ഞാൻ CSEBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കേരള ബാങ്കിന്റെയും JCയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം തോന്നി. അപ്പൊ എന്തായാലും പ്രിപ്പയർ ചെയ്യണം, അപ്പൊ എന്തായാലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണം തോന്നി. അപ്പൊ കുറെ അന്വേഷിച്ചപ്പോ മിക്കവാറും എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള സഹകാരി എന്ന് പറഞ്ഞ പേരായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിലത്തെ ക്ലാസ് ഒക്കെ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല ക്ലാസ്സുകളാണ്. അപ്പൊ എനിക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് പിന്നെ ജോയിൻ ചെയ്യുന്നത്. ഒരിക്കലും എനിക്കൊരു നഷ്ടമായി തോന്നുന്നില്ല അവിടെ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. കേരള ബാങ്കിന്റെ സക്സസ് സ്റ്റോറി സീരീസ് 1, 2, 3 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ 31 റാങ്ക്, ഏറ്റവും വളരെ സ്പെഷ്യൽ ആയിട്ട് 31 റാങ്ക് കീഴടക്കിയ സഹകാരിയുടെ ചുണക്കുട്ടിയായിട്ടുള്ള അതുല്യോടൊപ്പമാണ് ഉള്ളത്. അതുല്യ മലപ്പുറം സ്വദേശിനി, ഇപ്പൊ നിലവിൽ കാലിക്കറ്റ് അർബൻ ബാങ്കിൽ അല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറഞ്ഞേക്കാൾ കൂടുതൽ അതുല്യ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതുല്യ ശരിക്കും പറഞ്ഞാല് നമ്മളാ നിലവിൽ നമ്മൾ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആണ് പഠിച്ചത് അല്ലേ? അപ്പൊ തൃശ്ശൂർ പഠിച്ചു. പഠിച്ചതിന് ശേഷം എന്തൊക്കെയായിരുന്നു അത്, എസ്പെഷ്യലി ആ കോഴ്സ് എടുക്കാൻ കാര്യം എന്താ? ബാങ്കിങ് സെക്ടറിനോട് ഭയങ്കര താല്പര്യമായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ഫീൽഡിലേക്ക് എത്തിയത്. അതിനുശേഷം ഞാൻ വിചാരിച്ചത് CSEB പഠിച്ച് കോപ്പറേറ്റീവ് ബാങ്കിങ് ഫീൽഡ് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ആദ്യമായിട്ട് സഹകാരിലിട്ട് വരുന്ന ആ ഒരു ഇൻസ്റ്റൻസ് എങ്ങനെയായിരുന്നു? ഞാൻ CSEBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കേരള ബാങ്കിന്റെയും JCയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം തോന്നി. അപ്പൊ എന്തായാലും പ്രിപ്പയർ ചെയ്യണം, അപ്പൊ എന്തായാലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണം തോന്നി. അപ്പൊ കുറെ അന്വേഷിച്ചപ്പോ മിക്കവാറും എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള സഹകാരി എന്ന് പറഞ്ഞ പേരായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ യൂട്യൂബിലത്തെ ക്ലാസ് ഒക്കെ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല ക്ലാസ്സുകളാണ്. അപ്പൊ എനിക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് പിന്നെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ലൈവ് അറ്റൻഡ് അങ്ങനെ ലൈവ് അറ്റൻഡ് ചെയ്തപ്പോ അപ്പൊ തന്നെ കോൺഫിഡൻസ് കിട്ടി. സാറിന്റെ സംസാരം കേട്ടപ്പോ തന്നെ അങ്ങനെ ജോയിൻ ചെയ്തു. അത് ഒരിക്കലും എനിക്കൊരു നഷ്ടമായി തോന്നുന്നില്ല അവിടെ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും. ആദ്യം CSEBയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ സമയത്ത്? പറഞ്ഞിരുന്നു. JCക്കും കേരള ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി നല്ല ക്ലാസ് ആണ്, അപ്പൊ CSEB കൂടെ ജോയിൻ ചെയ്യാം എന്ന രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പൊ സാറിനോട് ഞാൻ ചോദിച്ചു, സാർ CSEB കൂടെ ജോയിൻ ചെയ്തോട്ടെ? അപ്പൊ സാറ് പറഞ്ഞു സാധാരണ എല്ലാവരും അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു എന്നാ പറയാ. പക്ഷെ സാറ് പറഞ്ഞു അങ്ങനെ ജോയിൻ ചെയ്യണ്ട, ഇപ്പൊ KBക്കും JCക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാല്ലേ, അപ്പൊ അത് മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും കൂടെ ചിലപ്പോൾ ഇല്ലാതാവും. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല സാറ് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിരുന്നു. സാറ് പറഞ്ഞു JCക്ക് ഇപ്പൊ അത്യാവശ്യം നമ്മൾ ഡീപ്പായി പഠിക്കുന്നതുകൊണ്ട് തന്നെ CSEBക്ക് നമുക്ക് അതൊന്നും കൂടെ ഉപകാരപ്പെടും അങ്ങനെ പഠിക്കുന്നത്. അപ്പൊ അത് എക്സാം എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാറ് പറഞ്ഞ ശരിയായിരുന്നു. അതിനുശേഷം എഴുതിയ എല്ലാ എക്സാമിലും എനിക്ക് കട്ട് ഓഫിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാനും പറ്റി. നിലവില് ശരിക്കും പറഞ്ഞാൽ അതുല്യ നേരത്തെ ഒന്ന് കാണേണ്ടതാണ്. കാര്യം CSEBയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ തന്നെ നമ്മള് പ്ലാൻ ചെയ്താണ്, നടന്നില്ല. അന്ന് എത്ര റാങ്കിൽ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു? അവിടെ രണ്ടാമത്തെ റാങ്ക് ഉള്ളത്, മൂന്നാമത്തെ, 2, 3 റാങ്കാണ്. ഇവിടെ അർബൻ ഇവിടെ 10ാമത്തെ റാങ്ക് ആണ്. അവിടെ കുറച്ച് വേക്കൻസി ഉണ്ടായിരുന്നു, 4 വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും CSEBയിൽ അഡ്വൈസ് ആയപ്പോഴേ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇനി JCIയില് വരുന്ന റാങ്കും ഒരു മികച്ച റാങ്ക് തന്നെ ആയിരിക്കും. കാരണം അറൌണ്ട് എബവ് 60 മാർക്ക് ഉണ്ട് അല്ലേ? മികച്ച റാങ്ക് തന്നെ ആയിരിക്കും. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ JCIക്ക് വേണ്ടി വന്നു, കേരള ബാങ്ക്, CSEB എല്ലാം കീഴടക്കി നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവരുടെ എല്ലാം ലൈഫ് അടിവരയിട്ട് പറയുന്നത് നമുക്ക് ജോലി നേടാൻ, പ്രത്യേകിച്ച് സഹകരണ മേഖലയിലാണെങ്കിലും കേരള PSCയിലാണെങ്കിലും ജോലി നേടാൻ ഭാഗ്യമല്ല വേണ്ടത്. എന്താ വേണ്ടേ? വിശ്വാസവും നമ്മുടെ പെർസീവറൻസും അല്ലേ? സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രം മതി. നിങ്ങൾ അത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മെന്റർ ആരായിരുന്നു? വിദ്യ മാമായിരുന്നു. വിദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മാമായിരുന്നു. മെന്റേഴ്സ് ലൈവ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുമായിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോഴൊന്ന് വിളിച്ച് ചോദിക്കും. കുറവാണെങ്കിൽ വന്ന് ചോദിക്കും എന്താ കുറഞ്ഞു പോയെന്ന് ചോദിക്കാറുണ്ട്. പറഞ്ഞ പോലെ നമ്മുടെ എക്സാം സ്ട്രാറ്റജി, അതുപോലെ കണ്ടന്റിന്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തതാണ്? ഓൺലൈൻ ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓഫ്ലൈൻ ബാച്ചിന്റെ അത്ര എഫക്റ്റീവ് ആയിരുന്നു. കാരണം ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം എല്ലാം കവർ ചെയ്യും. അതിന് മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ഇതുവരെ PSCയും CSEBയും ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും കവർ ചെയ്യും അതിന്റെ കൂടെ തന്നെ. പിന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിനൊപ്പം തന്നെ കവർ ചെയ്യും. പിന്നെ അതിന്റെ കൂടെ എക്സാം ഉണ്ടാവും. പിന്നെ വീക്കിലി എക്സാം, മന്ത്ലി എക്സാം, അതൊക്കെ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയി തോന്നിയിട്ടുണ്ട്. ഒരു ഓഫ്ലൈൻ പഠിക്കുന്ന പോലെ തന്നെ എനിക്ക് എഫക്റ്റീവ് ആയി തോന്നിയിട്ടുണ്ട്. 1 റാങ്ക് അടിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ആദ്യമൊക്കെ ഇങ്ങനെ കിട്ടുമായിരുന്നു. പിന്നെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഞാൻ. ഏറ്റവും കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യുന്ന ആരാണ്? ഫാമിലി തന്നെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഈ ഏജിൽ എല്ലാവരും പറയുക മീൻസ് മാരേജിന്റെ കാര്യം പറഞ്ഞ് പ്രഷർ ചെയ്യും. അതൊന്നും ഇല്ലാതെ പഠിച്ചോ, ജോലി കയറിയിട്ട് മതി എന്നുള്ളത്. അതുകൊണ്ട് ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. നിങ്ങൾ കാണുന്ന രക്ഷകർത്താക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ പറക്കാൻ അനുവദിക്കണം. എല്ലാവർക്കും അവരുടെ ആയിട്ടുള്ള സ്പേസ് കണ്ടെത്താനുള്ള ഒരു ഗ്യാപ്പ് അവർ കൊടുക്കണം.
എന്തായാലും മോളെ ഭാവി ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും. അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു ഇത്രയും ഉയർന്ന റാങ്ക് ഇതിപ്പോ ആർക്കാ സമർപ്പിക്കുന്നത്? ലൈക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആർക്കാണ്? ഫാമിലിക്കാണ്. ഫാമിലിക്ക് തന്നെ. നമ്മുടെ അച്ഛനിപ്പോ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇപ്പൊ റിട്ടയർഡ് ആണ്, Retired ആണ്. ഓഫീസിലായിരുന്നു. അപ്പൊ നമ്മുടെ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ഊർജ്ജമാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ. അപ്പൊ ആ ഒരു കുട്ടികൾക്ക് കൊടുക്കാനുള്ള സന്ദേശം, മെസ്സേജ് ഒന്ന് പറയാമോ? അങ്ങനെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ഫോക്കസ് ആയിട്ട് പഠിക്കുക. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നൊരു ടോപ്പിക്ക് പഠിക്കും, നാളെ ആ ടോപ്പിക്കും പുതിയൊരു ടോപ്പിക്കും പഠിക്കും. പിറ്റേ ദിവസം ഫസ്റ്റ് ദിവസത്തെ ടോപ്പിക്കും രണ്ടാമത്തെ ദിവസത്തെ ടോപ്പിക്കും ഞാൻ പുതിയ ടോപ്പിക്കും പഠിക്കും. ആ രീതിയിലായിരുന്നു ഞാൻ റിവിഷൻ ചെയ്തിരുന്നത്. അപ്പൊ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയി തോന്നിയിരുന്നു. അപ്പൊ അങ്ങനെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണെങ്കിലും മറന്നു പോകും. റിവിഷൻ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഇതുപോലെ തന്നെ പഠിക്കുക, അതിന്റെ കൂടെ തന്നെ റിവിഷനും ചെയ്യുക, ഫോക്കസ് ആയിട്ടിരുന്ന് എല്ലാവരും പഠിക്കുക.